ഈ സ്കൂളുകളിലും മറ്റും നമ്മൾ ആൺകുട്ടികളെ സ്കൂളിൽ അയക്കുന്നു, ചിലപ്പോൾ അവർ തിരിച്ച് പെൺകുട്ടികളായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, അല്ല പിന്നെ ആണും പെണ്ണും അല്ലാത്ത രീതിയിലായിരിക്കും തിരിച്ചു വരുന്നത്. അവിടെ വെച്ച് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം അവരോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾക്ക് ആണോ പെണ്ണോ ആകാം, നിങ്ങൾക്ക് ഇഷ്ടം പോലെ, അങ്ങനെ ജന്മന ആണും പെണ്ണും ഇല്ല, ഇഷ്ടമുള്ള പോലെ ആകാം എന്ന് പറഞ്ഞു കൊടുക്കുക. 10-12 വയസ്സുള്ള പിള്ളേരാണ് ഈ മണ്ടൻ ആശയങ്ങളൊക്കെ തലയ്ക്ക് പിടിച്ചിട്ട് ഓരോന്ന് പറയും, അല്ലെ ഓരോന്ന് കാണിക്കും. ഉടനെ ടീച്ചർ അധ്യാപിക തീരുമാനിക്കും അത് നീ ട്രാൻസ്ജെൻഡറാണ്. ഉടനെ ചികിത്സയായി, വീട്ടിലറിയിക്കാതെ ചികിത്സയായി, അല്ലെങ്കിൽ പിന്നെ കൗൺസിലിംഗ് ആയി, ഇതൊക്കെ വീട്ടിലറിയാതെ. എത്ര ക്രൂരമായ ഒരു കാര്യമാണ്. എന്തായാലും ഈ പ്രസിഡന്റ് ട്രംപ് വന്നതിന് ശേഷം ഉണ്ടായ ഏറ്റവും ഗുണകരമായ മാറ്റം ഇത്തരം വൃത്തികെട്ട കാര്യങ്ങൾ അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. അങ്ങനെയുള്ള വൃത്തികെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോകരുതെന്നുള്ളത് അത് ഏറ്റവും ശരിയായ ഒരു കാര്യമാണ്. അമേരിക്കയിൽ ഈ ട്രംപും പിന്നെ ഒബാമയും ബൈഡനും ഒക്കെ കൂടെ കൊണ്ടുവന്ന ആ വൃത്തികെട്ട ഒരു നിയമങ്ങൾ, വൃത്തികെട്ട കാര്യങ്ങൾ. പിന്നെ കുട്ടികൾ പിന്നെ ആണും പെണ്ണുമേ ഉള്ളൂ, അങ്ങനെയല്ലാതെ ചുരുക്കം ചിലർ ആണ് പിന്നെ ഈ സൃഷ്ടിപരമായിട്ട് ഉണ്ടാവുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അവരെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇപ്പം പിന്നെ ദൈവം തമ്പുരാൻ ഒരാളെ ഒരു രീതിയിൽ സൃഷ്ടിച്ചാൽ നമുക്കത് മോശമാണെന്ന് പറയാനുള്ള യാതൊരു അവകാശവും നമുക്ക് ആർക്കുമില്ല. അവരെ നമ്മൾ തുല്യരായിട്ടും പിന്നെ ബഹുമാനപൂർവ്വം കണക്കാക്കുന്നു. പക്ഷെ അതേസമയം തന്നെ പിന്നെ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടം പോലെ സെക്സ് മാറാം, നിങ്ങൾക്ക് ആണിന് പെണ്ണാകാം, അല്ലെ പെണ്ണിന് ആണാകാം എന്ന് പറഞ്ഞു പഠിപ്പിച്ചാത്ത സ്ഥിതി എന്താ? അതിനുവേണ്ടി ആവശ്യമില്ലാത്ത ഹോർമോൺ ചികിത്സ, ആവശ്യമില്ലാത്ത ഓപ്പറേഷനുകൾ, അതൊക്കെ നടത്തുന്നത് ശരിയാണോ? അതൊക്കെ തന്നെ എത്രയോ തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ അതിനെ ഒക്കെ ട്രംപ് വാസം പറഞ്ഞാൽ ട്രംപിനെയൊക്കെ അനുകൂലിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അതായിരുന്നു. ഇങ്ങനെയുള്ള നിന്ദ്യമായ നിയമങ്ങളും നിന്ദ്യമായിട്ടുള്ള ആശയങ്ങളും ഡെമോക്രാറ്റിക് പാർട്ടി മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എതിർപ്പ് തന്നെയായിരുന്നു ട്രംപിന് പിന്നെ കിട്ടിയ വിജയവും. പക്ഷേ പിന്നെ എന്തായാലും ഈ ട്രംപിൻ്റെ ചില നല്ല ആശയങ്ങളാണ് ഇക്കാര്യങ്ങളിൽ. ഈ മാര്യേജ് ഏതായാലും ജനസംഖ്യ കുറയുന്നു എന്നത് എങ്കിലും ബോധ്യപ്പെട്ടിരിക്കുന്നു. അതിനൊരു മാറ്റം വേണമെന്നെങ്കിലും പ്രസിഡന്റ് ഒക്കെ ഉന്നത തലത്തിൽ ചിന്തിക്കുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അങ്ങനെയാണല്ലോ മാറ്റങ്ങൾ തുടക്കം കുറിക്കുക. എന്തായാലും ജനസംഖ്യ കൂടട്ടെ. ഇനി ജനസംഖ്യ കൂടുന്നില്ലെങ്കിൽ നമുക്ക് ഇന്ത്യയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ആളെ ഇങ്ങോട്ട് വരുത്താം. അപ്പം പിന്നെ അത് വേണ്ട വിധത്തിൽ നമുക്ക് ജനസംഖ്യ ഇവിടെ നമ്മൾ വേണ്ട വിധത്തിൽ അത് കൂട്ടി കൊടുക്കുകയും ചെയ്യാം.